ഗായ്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തമായ കോന്നി ആനക്കൂട്ടിലേക്കാണ്. ഈ വീഡിയോയിൽ ഇവിടുത്തെ കാഴ്ചകളും യാത്രാ അനുഭവങ്ങളൊക്കെ കാണാം. വീഡിയോ മുഴുവൻ കാണണേ. ആദ്യം നമ്മൾ ടിക്കറ്റ് എടുത്താലേ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂ. വലിയവർക്ക് 80 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് ആനക്കൂടാണ്. ആനക്കൂടെന്ന് പറയുമ്പം ആനകളെ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള കൂട്, അല്ലാതെ ഇതിൽ ആനകളെ ഇട്ട് വളർത്താറില്ല. നമ്മളിനി ഇതിൻ്റെ അകത്തെ മ്യൂസിയത്തിലേക്കാണ്, എലിഫന്റ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. ആനകളുടെ ചരിത്രം, ശരീരഘടന, എവല്യൂഷൻ, ജീവിത രീതി എന്നിവയെക്കുറിച്ച് പല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും ഇവിടെ കാണാം. പഴയ കാലത്ത് ആനകളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും ഇവിടെ കാണാൻ കഴിയും. ഇവിടെ എക്സിബിഷൻ റൂമില്ല, ആനയുടെ ഒരു വലിയ അസ്ഥികൂടം തന്നെ ഉണ്ട്. പിന്നെ തലയോട്ടിയും താടിയെല്ലും ഇവിടെ ഉണ്ട്. അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടെയുള്ള ആർട്ട് ഗാലറിയിലേക്കാണ്. ആനകളുമായി ബന്ധപ്പെട്ട മനോഹരമായ ക്രാഫ്റ്റ് വർക്ക്സ്, പെയിൻറ്റിങ്, എലിഫന്റ് മോഡൽസ് എന്നിവ ഇവിടെ കാണാൻ കഴിയും. ഓരോ കലാസൃഷ്ടിയും വളരെ ഡീറ്റെയിൽഡായാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെയുള്ള ആനകളെ കാണാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ 4 ആനകളാണ് ഉള്ളത്. 3 പിടിയാനകളും ഒരു ചെറിയ കൊമ്പനാനയും. ഓരോ ആനയുടെ പേരും വയസ്സും എവിടെ നിന്നാണ് ഇവിടെ എത്തിയത് എന്നുള്ള വിവരങ്ങളും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 3D തിയേറ്ററും ഉണ്ട്. ആനകളെക്കുറിച്ചുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് വളരെ ഇംപ്രസീവായി ഇവിടെ കാണിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും. കോന്നിയുടെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള പ്രകൃതി സൗന്ദര്യമാണ്. ചുറ്റും പച്ചപ്പും കാട് നിറഞ്ഞ സ്ഥലവും നേച്ചർ ലവേഴ്സിന് ഒരു പാരഡൈസ് പോലെയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള പ്രകൃതി സൗന്ദര്യമാണ്. ചുറ്റും പച്ചപ്പും കാട് നിറഞ്ഞ ഈ സ്ഥലം നേച്ചർ ലവേഴ്സിന് ഒരു പാരഡൈസ് പോലെയാണ്. കുട്ടികളുടെ ശ്രദ്ധ ആദ്യം പോകുന്നത് ഇവിടെയുള്ള പാർക്കിലേക്കാണ്.
കളിക്കാനും സന്തോഷമായി സമയം ചിലവഴിക്കാനും പറ്റിയ ഈ ഭാഗം കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മളുടെ ആനക്കൂട് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.